വെൽക്കം ടു സൈലം SSC RRB. എല്ലാവർക്കും നമ്മുടെ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏപ്രിൽ മാസത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സും അതിന്റെ തീംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലോട്ട് പോവാം. റെഡി? അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ള കാര്യമാണ് നമ്മുടെ SSC CGL ബാച്ചിന്റെ കാര്യം. നമ്മുടെ CGL ബാച്ചുകൾ, നമ്മുടെ SSC RRBയുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള നമ്മുടെ CGL ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 27 തൊട്ടാണ്. ബാച്ചിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് 650 hours ഓഫ് ലൈവ് ക്ലാസ്, ഡെയിലി 5 to 6 hours ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക, വീക്ക്ലി 5 to 6 days ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഇത്രയും അടിപൊളി ഫാക്കൽറ്റീസിന്റെ കൂടെ അടിപൊളിയായി തകർപ്പനായി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും 5,999 rupees മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിപൊളിയായി പഠിച്ച് ഡെയിലി പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് വേഗം തന്നെ ജോലിയിൽ കയറണം. അപ്പൊ എല്ലാവരും വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഏപ്രിൽ 1 ഡിസ്കസ് ചെയ്യാം അല്ലെ. ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഒഡീഷ ഫൗണ്ടേഷൻ ഡേ ആണ്. ഒഡീഷ ഫൗണ്ടേഷൻ ഡേനെ നമുക്ക് ഉത്കൽ ദിവസ് എന്നും വിളിക്കാം, വിശ്വാമിലൻ എന്നും വിളിക്കാം. ഉത്കൽ ദിവസവും ഉണ്ട്, വിശ്വാമിലനും ഉണ്ട്. എന്താണ് ഈ ഉത്കൽ ദിവസ്? നമ്മൾ ജനഗണമനയിൽ കേട്ടിട്ടില്ലേ, ദ്രാവിഡ ഉത്കല ബംഗ. ഇതിൽ ഉത്കൽ എന്ന് പറയുന്നത് ഒഡീഷനെയാണ് കേട്ടോ. ഉത്കൽ എന്ന് പറയുന്നത് ഒഡീഷയാണ്. ഓക്കെ, 1936 ഒഡീഷ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയത്. അതിനു മുന്നേ ബംഗാളും ബീഹാറും ഒഡീഷയും അല്ലെങ്കിൽ ഒറീസ. ഓക്കെ, ഒറീസ പണ്ട് ഒറീസ ആയിരുന്നു, ഇപ്പൊ ഒഡീഷയായി. ബംഗാളും ബീഹാറും ഒഡീഷയും കൂടെ ഒരുമിച്ച് ഒരു പ്രൊവിൻസ് ആയിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ബംഗാൾ വേറെ സെപ്പറേറ്റഡ് ആയി. അതിനുശേഷം ബീഹാറും ഒഡീഷയും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 1936 ഒഡീഷ എന്തായി? ഒഡീഷ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയി. അപ്പൊ ഏപ്രിൽ 1 ഒഡീഷ ഫൗണ്ടേഷൻ ഡേ. റെഡി? നെക്സ്റ്റ് 1 to 7 April എന്താണ്? പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക്. പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക്. അപ്പൊ എന്താണ്? ഇൻക്രീസിംഗ് ദ അവയർനെസ് ടുവേർഡ്സ് ബ്ലൈൻഡ് പീപ്പിൾ. ഓക്കെ, ഇൻക്രീസിംഗ് ദ അവയർനെസ് ടുവേർഡ്സ് ബ്ലൈൻഡ് പീപ്പിൾ. ബ്ലൈൻഡ്നെസ് എന്താണ്? ബ്ലൈൻഡ് പീപ്പിളിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? നമ്മുടെ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് വന്നത് 1 to 7 April. അപ്പോൾ 1 to 7 April എന്താണ്? പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് ആണ്. ഓക്കെ, 1960 മുതലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു വീക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 1960 മുതൽ. ഓക്കെ, നെക്സ്റ്റ് 30th March to 5th April. 30th March to 5th April നാഷണൽ മാരിടൈം വീക്ക് ആണ്. നാഷണൽ മാരിടൈം വീക്ക്. അപ്പൊ നാഷണൽ മാരിടൈം വീക്കിന്റെ ഇതാണ് നാഷണൽ മാരിടൈം വീക്ക്. ഓക്കെ, അപ്പൊ നാഷണൽ മാരിടൈം വീക്ക് കാണുമ്പോൾ തന്നെ മാരിടൈം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് കുറെ കപ്പലുകളാണ്. ഓക്കെ, അതിന്റെ സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചാലഞ്ചസ്. നിങ്ങൾ ആലോചിക്കുക, ഷിപ്പിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഷിപ്പിൽ പോകാൻ പറ്റുന്നത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. പക്ഷെ എന്താണ്? ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെ. ഷിപ്പിൽ പോവാൻ, ഇപ്പൊ നിങ്ങൾക്ക് ഷിപ്പിൽ പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മളെല്ലാവരും എന്താണ്? നമുക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആവും. പക്ഷേ ഭയങ്കര കടല് ഭയങ്കരമായിട്ട് എന്താണ്, ഭയങ്കര തിരമാലയൊക്കെ വരികയാണെങ്കിലോ അതൊരു ചലഞ്ചാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഷിപ്പിൽ പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയും ആണ്, ഒരു ചലഞ്ചുമാണ്. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചലഞ്ചസ് ആണ്. ഓക്കെ, അപ്പൊ ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ആണ്, ചലഞ്ചുമാണ് എന്ന് ആലോചിച്ചാൽ എന്താണ് നമ്മുടെ ടീം? സസ്റ്റൈനബിൾ ഷിപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചലഞ്ചസ്. റെഡി ആണല്ലോ? നാഷണൽ മാരിടൈം ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 5 ആണ്. റെഡി? നെക്സ്റ്റ് 2nd April എന്ന് പറയുന്നത് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്നതാണ് അല്ലെ. അതായത് അവരുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എന്താണ്, അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ ഓട്ടിസം എന്ന് പറയുന്നത്. നമുക്കിടയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓട്ടിസം ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനും സംസാരിക്കാനും ഒക്കെ ഒരു വ്യത്യാസമാണ് സാധാരണ കുട്ടികളിൽ നിന്നും ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓട്ടിസം ഡേയുടെ തീം എന്ന് പറയുന്നത് എന്താണ്? മൂവിങ് ഫ്രം സർവൈവിങ് ടു ത്രൈവിങ്, ഓട്ടിസ്റ്റിക് ഇൻഡിവിജ്വൽ ഷെയർ റീജിയണൽ പെർസ്പെക്റ്റീവ്. അതായത് അതിജീവനത്തിൽ നിന്നും
എന്താണ്? അതിജീവനത്തിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് അല്ലെ, അതിജീവനത്തിൽ നിന്നും അഭിവൃദ്ധിയിലേക്കാണ് വേൾഡ് ഓട്ടിസം ഡേയുടെ തീം വരുന്നത്. നെക്സ്റ്റ് 4th April ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ്. അതായത് ഖനികളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കുറെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ. അതായത് അവർക്ക് കുറെ വർക്ക് സ്ട്രെസ് വരും, അവർ ഖനികളിലാണ് ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഖനികളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കുപേഷണൽ ആയിട്ടുള്ള കുറെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ റിലേറ്റഡ് ആയിട്ട് ഇതിനെ കുറിച്ചൊക്കെ അവയർനെസ് വളർത്താനാണ് 4th April ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ മൈൻ ആക്ഷൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൽ തീം എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് ലൈവ്സ് ആൻഡ് ബിൽഡിംഗ് പീസ് ആണ്. പ്രൊട്ടക്ടിങ് ലൈവ്സ് ആൻഡ് ബിൽഡിംഗ് പീസ് ആണ് എന്ന് പറയുന്നത് 4th April ഇന്റർനാഷണൽ ഡേ ഓഫ് മൈൻ അവയർനെസ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ മൈൻ ആക്ഷൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് 6th April. 6th April എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്ട് ഫോർ ഡെവലപ്മെന്റ് ആണ്. ഇന്റർനാഷണൽ ഡേ ഫോർ സ്പോർട്ട് ഫോർ ഡെവലപ്മെന്റ് ആണ് എന്ത് പറയുന്നത് 6th April എന്ന് പറയുന്നത്. തീം എന്താ? സ്പോർട്ട് ഫോർ പ്രൊമോഷൻ ഓഫ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ്. നിങ്ങൾ ആലോചിച്ചേ, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വൈകിട്ട് പോയിട്ട് ഒരു ഫുട്ബോളോ ബാഡ്മിന്റണോ ബാസ്കറ്റ് ബോളോ ഒക്കെ കളിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അല്ലെ. ഒരു സ്ട്രെസ് ബേസ്റ്റ് ആയ പോലെ, സ്ട്രെസ് റിലീസ് ആയ പോലെ തോന്നും. അപ്പൊ 2024 സ്പോർട്സ് ഡേയുടെ ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്ട് ഫോർ ഡെവലപ്മെന്റിന്റെ തീം എന്താണ്? തീം എന്ന് പറയുന്നത് സ്പോർട്ട് ഫോർ പ്രൊമോഷൻ ഓഫ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ്. അപ്പൊ സ്പോർട്ടും പീസും എവിടെയെങ്കിലും കണ്ടാൽ അതായിരിക്കും നമ്മുടെ തീം എന്ന് പറയുന്നത്. സ്പോർട്ട് ഫോർ പ്രൊമോഷൻ ഓഫ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. അപ്പോൾ 6th April ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്ട് ഫോർ ഡെവലപ്മെന്റ്. തീം എന്ന് പറയുന്നത് സ്പോർട്ട് ഫോർ പ്രൊമോഷൻ ഓഫ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. നെക്സ്റ്റ് 7th April, that is വേൾഡ് ഹെൽത്ത് ഡേ. ഹെൽത്ത് എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ റൈറ്റ്സ് ആണ്. ദാറ്റ് ഈസ് മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ് വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത്. മൈ ഹെൽത്ത് മൈ റൈറ്റ്. റെഡി? നെക്സ്റ്റ് 10th April. 10th April എന്താണ്? ഹോമിയോപ്പതി ഡേ ആണ്. ഹോമിയോ പരിവാർ വൺ ഹെൽത്ത് വൺ ഫാമിലി. ഹോമിയോ പരിവാർ വൺ ഹെൽത്ത് വൺ ഫാമിലി. ഹോമിയോ പരിവാർ വൺ ഹെൽത്ത് വൺ ഫാമിലി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടില് നമ്മുടെ പരിവാർ എന്ന് പറഞ്ഞ കുടുംബം അല്ലെ. നമ്മുടെ കുടുംബത്തില് ഒരാളുടെ ഹെൽത്ത് പോയാൽ ബാക്കി എല്ലാ ഫാമിലിയും സാഡ് ആവും അല്ലെ. അപ്പൊ എല്ലാവരുടെ ഹെൽത്തും എന്താണ്? എല്ലാവരുടെ ഹെൽത്തും വീട്ടില് ഒരേപോലെയാണ് അല്ലെ. ഇപ്പൊ വീട്ടിൽ നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അമ്മയ്ക്ക് വയ്യാതായി, സീനാണല്ലേ. അമ്മയ്ക്ക് വയ്യാതായ ഫുൾ പ്രശ്നമാണ്, നമ്മുടെ വീട് ഫുൾ താളം തെറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരാളെ ഹെൽത്ത് പോയാൽ തന്നെ പരിവാർ അല്ലെങ്കിൽ കുടുംബം മൊത്തത്തിൽ തകർന്നു അല്ലെ. അപ്പൊ ഹോമിയോ പരിവാർ വൺ ഹെൽത്ത് വൺ ഫാമിലി. ഒരാളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരുടെ ഹെൽത്തും പോലെയാണ്. ദാറ്റ് ഈസ് ഹോമിയോ പരിവാർ വൺ ഹെൽത്ത് വൺ ഫാമിലി. അപ്പൊ നമ്മുടെ ഫൗണ്ടർ ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് സാമുവൽ ഹനിമാൻ ആണ്. റെഡി ആണല്ലോ? നെക്സ്റ്റ് 11th April, that is വേൾഡ് പാർക്കിൻസൺസ് ഡേ. ഈ പാർക്കിൻസൺസ് ഡേ എന്ന് പറയുന്നത്, പാർക്കിൻസൺ എന്ന് പറയുന്നത് നമ്മുടെ നെർവ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുറച്ച് പ്രായമായ ആൾക്കാരിലാണ് പൊതുവേ ഇത് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഈ വേൾഡ് പാർക്കിൻസൺസ് ഡേ എന്ന് പറയുന്നത് ബർത്ത്ഡേ ഓഫ് ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺ ആണ്. ഇതെന്താണ്? was first person to discover the first case Parkinson's disease. അപ്പോൾ പാർക്കിൻസൺസ് ഡിസീസ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത ഡോക്ടറിന്റെ ബർത്ത്ഡേയുടെ ഓർമ്മയിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? 11th April എന്ന് പറയുന്നത് ജെയിംസ് പാർക്കിൻസൺ എന്ന് പറയുന്ന ഡോക്ടറുടെ ബർത്ത്ഡേ ആണ്. ദാറ്റ് ഈസ് 11th April. റെഡി ആണല്ലോ? റെഡി. നെക്സ്റ്റ് 14th April. 14th April എന്താണ്? 14th April എന്ന് പറയുന്നത് ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓൾസോ നോൺ ആസ് ഇക്വാലിറ്റി ഡേ. ഡോക്ടർ BR അംബേദ്കറുടെ ബർത്ത് ആനിവേഴ്സറി ആണ് കേട്ടോ. 14th April ഡോക്ടർ BR അംബേദ്കറുടെ ബർത്ത് ആനിവേഴ്സറി ആണ്, ഇക്വാലിറ്റി ഡേ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 14th April. 14th April എന്ന് പറയുന്നത് വേൾഡ് ക്വാണ്ടം ഡേ 2024 ആണ്. ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ആറ്റംസിനെയും നമ്മുടെ എന്ത് സാധനങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസും ന്യൂക്ലിയോൺസും പ്രോട്ടോൺസും ഒക്കെ കൊണ്ടാണ് നമുക്കറിയാം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്.
Quantum mechanics is a science of atoms and particles, the building block of the world. നമുക്കറിയാം വേൾഡിലെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നതും എന്തുകൊണ്ടാണ്? ആറ്റംസ് കൊണ്ടാണ് നമുക്കറിയാം അല്ലെ. ഈ ആറ്റംസിനെ കുറിച്ചും ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചും പഠിക്കുന്നതാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ വേൾഡ് ക്വാണ്ടം ഡേ ആണ് 14th April. റെഡി ആണല്ലോ. ഇനി 15th April എന്താ? 15th April എന്ന് പറയുന്നത് ആർട്ട് ഡേ ആണ്. ഓക്കെ, വേൾഡ് ആർട്ട് ഡേ. ഗാർഡൻ ഓഫ് എക്സ്പ്രഷൻ കൾട്ടിവേറ്റിംഗ് ദ കമ്മ്യൂണിറ്റി ത്രൂ ആർട്ട്. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ആർട്ടിസ്റ്റിന് നമ്മുടെ എല്ലാ എക്സ്പ്രഷനും എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേപ്പറിൽ പകർത്താനായിട്ട് പറ്റും. അപ്പൊ എക്സ്പ്രഷൻ ഒക്കെ ഒരു പേപ്പറിൽ പകർത്തിയ എന്തായി? ഗാർഡൻ ഓഫ് എക്സ്പ്രഷൻ. അല്ലെ, നിറയെ എക്സ്പ്രഷൻസ്, ലോട്ട് ഓഫ് എക്സ്പ്രഷൻസ് അല്ലെ. അപ്പൊ ഗാർഡൻ ഓഫ് എക്സ്പ്രഷൻസ് കൾട്ടിവേറ്റിംഗ് കമ്മ്യൂണിറ്റി ത്രൂ ആർട്ട്. അല്ലെ, നിങ്ങൾ ആലോചിച്ച് ചിരിക്കുന്ന ആള്, കരയുന്ന ആള്, അങ്ങനെ കുറെ എക്സ്പ്രഷൻസ് ഒരു പേപ്പറിൽ വരച്ചാൽ എന്തായി? അതൊരു ഗാർഡൻ, ഒരു കമ്മ്യൂണിറ്റി ആയി അല്ലെ. ഗാർഡൻ ഓഫ് എക്സ്പ്രഷൻ കൾട്ടിവേറ്റിംഗ് കമ്മ്യൂണിറ്റി ത്രൂ ആർട്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വേൾഡ് ആർട്ട് ഡേ എന്ന് പറയുന്നത് 15th April ആണ്. അപ്പൊ ഗാർഡൻ ഓഫ് എക്സ്പ്രഷൻ കൾട്ടിവേറ്റിംഗ് കമ്മ്യൂണിറ്റി ത്രൂ അല്ലെ. നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ ആലോചിക്കാം അല്ലെ. ആർട്ടിസ്റ്റിന് ഒരു കമ്മ്യൂണിറ്റീനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? പേപ്പറിൽ വരയ്ക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു കമ്മ്യൂണിറ്റീനെ പേപ്പറിൽ വരയ്ക്കാൻ ആർക്ക് പറ്റും? ആർട്ടിസ്റ്റിന് പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഗാർഡൻ ഓഫ് എക്സ്പ്രഷൻസ് കൾട്ടിവേറ്റിംഗ് കമ്മ്യൂണിറ്റി ത്രൂ ആർട്ട്. അത് ഒരു ആർട്ടിസ്റ്റിനെ പറ്റും. നെക്സ്റ്റ് 17th April വേൾഡ് ഹീമോഫീലിയ ഡേ ആണ്. ഹീമോഫീലിയ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കട്ട പിടിക്കാതെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം അല്ലെ. That is equitable access for all, recognizing all bleeding disorders. അപ്പോൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ആണ് ഹീമോഫീലിയ ഡേ എന്ന് പറയുന്നത്. That is equitable access for all, recognizing all bleeding disorders ആണ്. നെക്സ്റ്റ് 18th April വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. ഹെറിറ്റേജ് ഡേക്ക് എന്താണ്? ഹെറിറ്റേജ് ഡേക്ക് എല്ലാ പണ്ടത്തെ നമ്മളെ പാരമ്പര്യം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കവർ ചെയ്യണം. ദാറ്റ് ഈസ് ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് അല്ലെ. ഡിസ്കവർ ചെയ്താൽ മതിയോ? പോരാ, എക്സ്പീരിയൻസ് കൂടി ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. ഡിസ്കവറും ചെയ്യണം, എക്സ്പീരിയൻസും ചെയ്യണം. അല്ലാതെ ഡിസ്കവർ മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഡിസ്കവറും ചെയ്യണം, എക്സ്പീരിയൻസും ചെയ്യണം. അപ്പൊ ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. 18th April വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. ഡിസ്കവർ മാത്രം പോരാ, എക്സ്പീരിയൻസും വേണം. ദാറ്റ് ഈസ് ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. റെഡി ആണല്ലോ. Next is last and final 21st April നാഷണൽ സിവിൽ സർവീസ് ഡേ ആണ്. നാഷണൽ സിവിൽ സർവീസ് ഡേ ആണ്. 1947 21st April ആണ് ഫസ്റ്റ് ബാച്ച് ഓഫ് സിവിൽ സർവൻസിനെ അനൗൺസ് ചെയ്യുന്നത്. ആരാണ്? ഫസ്റ്റ് ബാച്ച് ഓഫ് സിവിൽ സർവൻസ് ഓഫ് കൺട്രി വർ അഡ്രസ്ഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ. റെഡി ആണല്ലോ. 21st April എന്ന് പറയുന്നത് നാഷണൽ സിവിൽ സർവൻറ്റ് ഡേ ആണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഇനിയും കുറേ ഡേയ്സ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ പിക്ക് ഔട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ആരും മടി കാണിക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത്. വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.